ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 2:45 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ വീട്ടിൽ ഒരു 4-5 ദിവസം അടച്ചിട്ടാൽ അറിയാലോ, ഒരുപാട് ക്ലീനിങ് ഉണ്ടായിന്. മുറ്റൊക്കെ ആകെ തൂർന്ന് കിടക്കുകയാണ് കേട്ടോ. ചപ്പും ചമർ ഇതൊക്കെ ഉണ്ടായിന്. ഇതിൻ്റെ അടിയിൽ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മഴ പെയ്തപ്പോൾ കാറ്റൊക്കെ വീശിയിട്ടാവും ആകെ ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി, അതേപോലെ ആകെ അടിച്ചു വാരി തുടച്ച്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന തുണികൾ, ഒരുപാട് തുണികളുണ്ടായിന് അലക്കാൻ. അതൊക്കെ അലക്കിയിട്ട് പിന്നെ കുളിയും അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 5:30 ആയിക്കണം കേട്ടോ സമയം. 5:30 ആയിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അത്താഴത്തിനുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളത് ബാബു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് മന്തി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഫ്രിഡ്ജ് ചെയ്യാൻ തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു പൈനാപ്പിൾ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എണ്ണ പലഹാരങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ജ്യൂസും അതേപോലെ തന്നെ മന്തിയും ഒക്കെ തന്നെയാണ് ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളത്. അതന്നെ ധാരാളം ഉണ്ട് അല്ലേ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലർക്കൊന്നും മന്തിയൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ മന്തിയൊക്കെ. പിന്നെ കുറേ ദിവസമായില്ലേ ഒരു ഹോസ്പിറ്റലിൽ ഞാനും റിച്ചുമോനും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവും പുറത്തേക്ക്. അവിടെ CH സെൻറ്റർ ഉണ്ടല്ലോ, അങ്ങോട്ട് പോവും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ ബിരിയാണി അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലേ ഇനി. അപ്പോൾ നാവിന് രുചിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാണ്ടേ മന്തി കൊണ്ടുവരപ്പച്ചയെ ചോദിച്ചിന്. അപ്പോൾ ഉപ്പച്ചി മന്തി കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പൈനാപ്പിളൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ തേങ്ങ ചിരവിയതും കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചാൽ. പിന്നെ കുട്ടികൾക്കുള്ള ജ്യൂസ് തണുപ്പിക്കണില്ല കേട്ടോ, പുറത്ത് വെക്കുകയാണ്. അവർക്ക് മൂന്നാൾക്കുള്ള ജ്യൂസ് പുറത്ത് വെക്കുകയാണ്. എനിക്കും ബാവുനും റിച്ചുമോനും ഉള്ളത് തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ തണുപ്പ് ഇല്ലെങ്കിൽ ഒരു ഗതികേടാണ്. അപ്പോൾ ഇതാ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചെറുകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാണ്ട് അടിച്ചെടുക്കേണ്ടത്. തണുത്ത വെള്ളമല്ല കേട്ടോ, സാധാ വെള്ളമാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കുള്ളത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും വെക്കും, കുട്ടികൾക്കുള്ളത് പുറത്തും വെക്കും. പിന്നെ ഞങ്ങൾ ഒരുപാട് കമൻസിനുണ്ട് റിപ്ലൈ തരാനൊക്കെ. അപ്പോൾ അവിടെ റേഞ്ച് കുറവായതുകൊണ്ട് എപ്പോഴും റേഞ്ച് കിട്ടൂല. അപ്പോൾ പിന്നെ കമൻസ് ഒന്നും ഞാൻ വല്ലാതെ നോക്കലില്ല കേട്ടോ. ഇനി ഒഴിവായിട്ട് ഫ്രീ ആകുമ്പോൾ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നത്. എന്നാലും ചില കമൻറ്റൊക്കെ ഞാൻ കാണലുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ, ഡിസ്ചാർജ് ആയോ, മക്കളെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോരാൻ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ എന്നും വീഡിയോ വന്നിട്ടുണ്ടോയെന്ന് നോക്കലുണ്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചിട്ട് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിലും കൊണ്ടുപോയി വെക്കാം, മറ്റത് പുറത്തും വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇപ്പോൾ ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ. ചായയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയാണ്, ഷുഗർ ഉള്ളതുകൊണ്ട്. ഷുഗർ ഇപ്പം ഇനി എന്താണെന്ന് അറിയില്ല. ഞാൻ അപ്പം കുറച്ച് ദിവസം നോക്കിയിട്ട് നോമ്പിൻ്റെ മുന്നേ നോക്കിയതാണ്. അപ്പോൾ ഈ ഷുഗർ കുറയാൻ കൊയിലാണ്ടിയിലോ അവിടെ ഓരോ മരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്, ആയുർവേദ മരുന്ന്. അപ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയുമെങ്കിൽ പറയോണ്ടിട്ടോ. അതിൻ്റെ പേരെന്തോ ബാബുവിനോട് പറഞ്ഞിനിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്തോ ആയുർവേദിക് ആണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയോണ്ടിട്ടോ. അപ്പം അവിടെ ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് കുറയണില്ല. പിന്നെ മധുരമുള്ളതൊന്നും ഞാൻ കഴിക്കലൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ജ്യൂസ് ഒരു ഗ്ലാസ് കുടിക്കലുണ്ട്, കുറഞ്ഞ മധുരത്തിൽ ഇട്ടിട്ട് കേട്ടോ. അല്ലാതെ ചായ ഒന്നും ഞാൻ കുടിച്ചലില്ല. പിന്നെ അതേപോലെ ചോറും കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പും കൂടെ അല്ലേ. പിന്നെ തരിക്കഞ്ഞിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കലില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനത് കുടിക്കും. കുറഞ്ഞ മധുരെങ്കിലും ഇടാതെ കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ഉണ്ടാക്കലെന്നല്ല കേട്ടോ ഇപ്പോൾ. പിന്നെ അതേപോലെ അത്താഴത്തിനും തന്നെ എനിക്കിഷ്ടം ചോറാണ് കഴിക്കുന്നത്. മുരിങ്ങാത്താളിപ്പോ എന്തെങ്കിലും താളിപ്പ് കറിയും അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീനായാലും മതി. അപ്പോൾ കുറച്ച് ചോറ് തന്നെയാണ് ഞാൻ കഴിക്കലൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചോറ് കഴിക്കലില്ല, ചപ്പാത്തിയാണ് കഴിക്കൽ. അപ്പോൾ കേട്ടോ മന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ആക്കി വെച്ച്. ഇന്നിപ്പം എണ്ണ പലഹാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒക്കെ ടേബിളുമ്പോൾ കൊണ്ടുപോയി വെക്കട്ടെ. ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറന്നപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇനി കഴിക്കുക.
പിന്നെ അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കണമെങ്കിൽ പിന്നെ നോമ്പ് തുറന്ന ജ്യൂസും ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അതേപോലെ പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആക്കം പോലെ ഉള്ളൂ ഫുഡ് കഴിക്കുക. നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കലുള്ളൂ. അപ്പോൾ ഇന്നിപ്പം വേറെ ഒന്നും കഴിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ടേബിളുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പച്ചി മക്കളൊക്കെ ടേബിളുമ്മ വന്നിരിക്കണുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അൽഫക്കുട്ടിക്ക് ചെറുതായിട്ട് ചുമ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ചിഞ്ചുമോളതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 5 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ. പിന്നെ വീട്ടിൽ നിന്ന് ആവിയും പിടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ നിർത്തി ഗുളികയാക്കിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളപ്പച്ചിതാ വൈകുന്നേരമായ ഈ ബാറ്റും കൊണ്ട് നടക്കും കൊതുകിനെ പിടിക്കാൻ. ഞാനാണെങ്കിൽ കിച്ചണിക്ക് വന്നപ്പം വാതിലും തുറന്നിടും ജനലും തുറന്നിടും. അപ്പം വൈകുന്നേരം ആകുമ്പോഴേ ആ സമയത്ത് വാതിലും ജനലൊക്കെ തുറന്നിട്ടാൽ കൊതുകൊക്കെ അകത്ത് കയറും. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഒക്കെ ടേബിളും എടുത്ത് വെച്ച് പിന്നെ ഞാൻ ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിക്കണ മന്തിൻ്റെ പോലെയല്ല കേട്ടോ. ഈ മന്തി ചൂടും ഇല്ല, അതേപോലെ തന്നെ ചിക്കനൊക്കെ കുറച്ച് കരിഞ്ഞിക്കണ് തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മക്കൾക്കൊക്കെ സന്തോഷമായിരിക്കണം കേട്ടോ. ഐഫക്കുട്ടി അല്ലെങ്കിൽ തന്നെ 2-3 ദിവസമായപ്പോൾ തന്നെ പറയൽ തുടങ്ങിയാണ് നമുക്ക് വീട്ടിൽ പോവല്ലേ, നമുക്ക് വീട്ടിൽ പോവല്ലേന്ന്. അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും. എനിക്കും അതേപോലെ തന്നെ കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ എങ്ങോട്ടും പോവലില്ലല്ലോ. മറ്റേത് ആദ്യമൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പോയാണ്ട് 4 ദിവസം 5 ദിവസമൊക്കെ നിൽക്കലുണ്ട്. ഇപ്പോൾ വീട്ടിൽക്കും അങ്ങനെ നിൽക്കാനൊന്നും പോവാത്തത് കൊണ്ടേ ഈ വീട് വിട്ട് അങ്ങനെ എങ്ങോട്ടും വല്ലാതെ പോവലില്ല. അപ്പം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം എന്തോ പോലെ ഇനിയിപ്പോൾ ഇന്ന് എല്ലാവരും വീണ്ടും ഒരുമിച്ചില്ലേ വീട്ടിലെത്തി. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി, അതേപോലെ ഈത്തപ്പഴം വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നോമ്പ് തുറക്കുമ്പം എനിക്ക് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് ഇഷ്ടം. ഈത്തപ്പഴം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ വായ്ക്ക് എന്തോ പോലെ തോന്നും. അപ്പം ഇന്ന് എന്തായാലും ഞാനും ഈത്തപ്പഴം കൊണ്ട് തന്നെയാണ് കേട്ടോ നോമ്പ് തുറന്നത്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഇനി സമയം. അപ്പം ഗ്ലാസ്സിലൊന്നും വെള്ളം ഒഴിച്ച് വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക ചെയ്തത്. അങ്ങനെ അൽഹംദുലില്ലാ കുറേ ദിവസത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് നോമ്പൊക്കെ തുറന്നു റാഹത്തായി. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ ക്ലീനിങ്ങിന് സമയം ഉണ്ടാവില്ല. പിന്നെ നോമ്പും കൂടി അല്ലേ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേനൊക്കെ ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ ഒന്ന് മന്തി ഓർഡർ ചെയ്തതില്ലെങ്കിൽ. ഇപ്പോൾ ഒന്ന് മന്തി ഓർഡർ ചെയ്യൊന്നുമില്ല, ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളൂ. എന്നാലും പിന്നെ മക്കൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ടല്ലോ, കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഞ്ഞിയൊന്നും ആർക്കും വേണ്ടില്ല, ഒക്കെ മന്തി തന്നെ വേണ്ടില്ല. എല്ലാവരും മന്തി തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ പാത്രമൊന്നും കഴുകാൻ നിന്നിട്ടില്ല. പിന്നെ വേഗം പോയി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മുരിങ്ങയൊക്കെ ഒടിച്ച് വെച്ച് ഇനിയും ഇരുട്ടാവണീൻ്റെ മുന്നേ തന്നെ അത്താഴത്തിന് നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ബാബു കുറച്ച് മീനും കൊണ്ടുവന്നിട്ടുണ്ടേനി, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനി. ഇനി ഇപ്പോൾ ഒരു 10 മണിയായിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത് കേട്ടോ. എൻ്റെ തറാവീഹ് നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ഇനി വേഗം മുരിങ്ങ ഊരിയിട്ട് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണം. പിന്നെ അതേപോലെ മീൻ കഴുകി വെച്ചാണ്, അപ്പോൾ അത് ഒന്ന് വറ്റിച്ചെടുക്കണം, കുറച്ച് പൊരിക്കും വേണം. എനിക്കിങ്ങനെ മുരിങ്ങ താളിപ്പും ചോറൊക്കെ തന്നെയാണ് ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പം ഇപ്പോൾ ചോറ് വല്ലാതെ ഞാൻ കഴിക്കലില്ല, ചോറ് കുറക്കാണ് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല രുചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ നമ്മളെ ശരീരത്തുമ്മക്ക് എത്തിക്കഴിഞ്ഞാൽ ഷുഗർ കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. എനിക്കാണെങ്കിലും എപ്പോൾ നോക്കുമ്പോഴും കൂടുതലായി കാരം. അപ്പോൾ എന്നോട് അവിടെ നിന്നൊരു സിസ്റ്റർ പറഞ്ഞു കേട്ടോ. ഞാനും ആ സിസ്റ്ററും ഭയങ്കര കമ്പനിയേനു. അപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോഴേ ഇപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കക്കുറവുണ്ട്. അപ്പോൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം, ഉറക്കക്കുറവുകൊണ്ട് ഇക്കാരം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷുഗർ ഇപ്പം തന്നെ വന്നേക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ശരിയായി കാരം, എനിക്ക് ഉറക്കക്കുറവ് നല്ലോണം. ഞാൻ ഉറങ്ങണമെങ്കിൽ സമയം ഒരുപാടാവും. പിന്നെ നേരത്തെ എണീക്കും ചെയ്യുമ്പോൾ ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങാൻ കിട്ടുള്ളൂ. പിന്നെ പകലൊന്നും കിടക്കാനും സമയം കിട്ടൂലല്ലോ. അപ്പോൾ അതൊക്കെ ആവും, എന്താ അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഹെൽത്തൊക്കെ നോക്കണം. അപ്പോൾ ഇതാ ഞാൻ മീനിലൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ. പിന്നെ മുരിങ്ങയൊക്കെ ഊരി വെച്ചിനി. അങ്ങനെ മുരിങ്ങയൊക്കെ താളിക്കുകയാണ് ഇനി. അടുപ്പത്ത് നല്ല കനലുണ്ട് അടുപ്പിൽ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കലുണ്ട് കേട്ടോ. ചിലർ ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ, വെളുത്തുള്ളി ചേർക്കില്ല. എനിക്ക് താളിപ്പിക്ക് ആ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ആണല്ലോ. അങ്ങനെ അതൊക്കെ മൂപ്പിച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത്. ആ മുരിങ്ങയൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, ചിലപ്പോൾ ഇപ്പോൾ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ മുരിങ്ങ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിയേക്കണം. കുറേ നേരം അടുപ്പത്ത് നിന്ന് തിളച്ചാൽ കയ്പ്പ് രസേക്കാരം, കയ്പ്പേക്കാരം കറിക്ക്. അപ്പോൾ കയ്പ്പില്ലാതെ വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിയേക്കണം കേട്ടോ.
പിന്നെ നമ്മളിവിടെ നിന്നൊന്നും വിട്ടാൽ മുരിങ്ങാ താളിപ്പില്ല. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ ചീത്താറ് ഈ താളിപ്പിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞാൽ. പിന്നെ മീൻ മുളക് ഇടാന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇത് കുറേ ചെറിയ ഉള്ളി റിച്ചുമോൻ തൊലി കളഞ്ഞു തന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഓൺ ഉണ്ടാവും കേട്ടോ എപ്പോഴും. അപ്പോൾ 10:08 ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ നമ്മളെ കിച്ചണ് പുറത്താണല്ലോ, അപ്പോൾ പുറത്താണ് ഇപ്പോൾ കുക്കിങ്. അപ്പോൾ ഓൺ എനിക്ക് തുണക്ക് കിട്ടും, എൻ്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ മറ്റവരൊക്കെ കടന്നിട്ടുണ്ട്. മഞ്ജുമോള് പഠിക്കുകയാണ്, ഇപ്പോൾ എക്സാം ആണല്ലോ 5-ാം തീയതി. മഞ്ജുമോള് 10ാം ക്ലാസ്സിലല്ലേ, 5ാം തീയതി എക്സാമാണ്. അപ്പം ഓളവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ആൺകുട്ടിയൊക്കെ ഉമ്മമാരോട് സ്നേഹം കൂടുതലെന്ന് പറയുമല്ലോ അല്ലേ. എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ ഓന്. അപ്പോൾ ഗ്യാസുമ്മ കുക്ക് ചെയ്താലൊക്കെ മതി, പക്ഷേ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ. അപ്പോൾ ഇവിടെ കുക്കിങ്ങും നടക്കുന്നുണ്ട്. അവിടെ ഞാനിത് അതിൻ്റെ ഇടയിൽ പോയിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. കുറച്ച് നേരം അടച്ച് വെച്ച് തക്കാളി ഉടഞ്ഞു വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എളുപ്പമുണ്ടല്ലോ മീൻ വറ്റിച്ചെടുക്കാൻ. ചില ആൾക്കാർ മീനൊന്നും വാങ്ങൂലല്ലേ നോമ്പിന്. ഞങ്ങളും ആദ്യം ഒന്നും വാങ്ങലില്ലേന് കേട്ടോ മീനൊന്നും. എന്തേലും നമ്മൾ നോമ്പ് തുറക്കുമ്പം പത്തിരിക്കൊക്കെ കറി ഉണ്ടാക്കൂലേ, ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ, അതിന് ഞാൻ 2 പീസ് എടുത്തുകൊണ്ട് പൊരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചെയ്യൽ. മീൻ അങ്ങനെ വാങ്ങലില്ല, ആരും അങ്ങനെ കഴിക്കലില്ലേന്. ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ കഴിക്കും മീൻ. ഇപ്പോൾ ഞാനും കഴിക്കും. ഇപ്പോൾ അത്താഴത്തിന് ഇനിയിപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും മീനോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ മീൻ കറിയോ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകില്ല. അല്ലെങ്കിൽ കറി ആയാലും മതി, ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം ഇന്നിപ്പോൾ ഒന്നുമില്ലല്ലോ, നമ്മൾ മന്തി കൊണ്ടുവന്നല്ലേ. അപ്പോൾ മീൻ അങ്ങനെ കൊണ്ടുവന്നത് കഴിഞ്ഞിട്ട് അപ്പോൾ മീനൊക്കെ ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിക്ക്. ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് അകത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകും ചെയ്യാം. അപ്പോൾ നട്ടപ്പാതിരാക്കാണ് കുക്കിങ്. ഇപ്പം ബാബു കട അടച്ച് വരണമെങ്കിൽ 12 മണിയാവും. അപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ ഞാൻ അറിയില്ല. പിന്നെ വന്നാൽ എനിക്കൊരു മന്ദപ്പിക്കാരം. വന്നാൽ പിന്നെ ഓരോ കണക്കെഴുതലും ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേന് സമയം ഒരുപാടാവും. 1 മണി 1:30 ആവും ചിലപ്പോൾ ഞങ്ങൾ കിടക്കാൻ കേട്ടോ. അപ്പോൾ ബാബു പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ചാൽ പിന്നെ പെലച്ചക്ക് എണീക്കൂല. അപ്പോൾ തന്നെ നീയത്തിച്ച് അങ്ങനെ കിടക്കലാണ്. പിന്നെ എനിക്കപ്പോൾ ഫുഡ് കഴിച്ച് കിടക്കാനും പറ്റില്ല, കാരണം മക്കൾ നോമ്പ് നോക്കുന്നതുകൊണ്ട് ഓരെ വിളിക്കണ്ടേ. അപ്പോൾ എനിക്ക് പിന്നെ ഒരു 4:30 ആകുമ്പോൾ വീണ്ടും എണീക്കാനായി. ഞാൻ ചിലപ്പോൾ 4:30 4:45 ആവട്ടോ എണീക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചോണ്ടേ ആ നേരം ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ ആയി. പിന്നെ ഞാൻ മീൻ വറുക്കാനുള്ളത് ചട്ടിയൊക്കെ വെച്ചേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ ഒന്നും പൊരിച്ചെടുക്കില്ല, കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ മീൻ കഷ്ണങ്ങളൊക്കെ കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചാണ്ട് ഫ്രൈ ചെയ്താൽ ആവില്ല, എല്ലായിടത്തും വെന്ത് കിട്ടൂല. എൻ്റെ ബാബുവിനാണെങ്കിലോ മീൻ നല്ലോണം മൊരിഞ്ഞിങ്ങനെ വരും വേണം. അപ്പോൾ ചിലപ്പോൾ പരത്തിയ ഇങ്ങനെ വെട്ടിണ കഷ്ണങ്ങൾ വെട്ടിക്കാണ്ട് മീൻ കഷ്ണങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ സുഖമാണ്, കുറച്ച് എണ്ണ മതി. ഇതിപ്പോൾ ഞാൻ അതാട്ടോ കുറച്ച് തോനെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൽ മുക്കി പൊരിച്ചെടുത്തത്, എന്നാലേ ഇതാവുള്ളൂ എളുപ്പം. അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു, ഒക്കെ കഴിഞ്ഞു. പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ അത്താഴത്തിന് എണീറ്റിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാബുവിൻ്റെ ചോറയൊക്കെ രാത്രി കഴിഞ്ഞിട്ടുണ്ട്. കട ഞാൻ പറഞ്ഞല്ലോ കട അടച്ച് വന്നാൽ അപ്പോൾ ഫുഡ് കഴിച്ച് വേണ്ട പിന്നെ നീയത്തിച്ച് അങ്ങനെ കിടക്കല കേട്ടോ. പിന്നെ റിച്ചുമോന് ചോറും വിളമ്പിയിട്ടുണ്ട്, മീൻ കറിയും ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മുരിങ്ങാക്കറിയും പിന്നെ മീൻ വറുത്തതും. ഉപ്പേരിയൊന്നും ഇല്ല കേട്ടോ ഓനക്ക്. പിന്നെ അങ്ങനെ ഉപ്പേരി വേണമെന്നൊന്നുമില്ല. ഈ മുരിങ്ങാ താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആയിക്കൂടെ മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാട്ടോ, നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓനക്ക് മീൻ കറിയും മുരിങ്ങാക്കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. മീൻ വറുത്തതും ഒക്കെ വെച്ച് കൊടുത്ത് ഓനക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോറ് കഴിക്കലില്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കണത്. പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് ചോറ് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പം എനിക്ക് ചോറ് വേണ്ട, ഓനക്ക് ചോറ് വിളമ്പി കൊടുത്തു. ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങ താളിപ്പ് കറി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൽ മുരിങ്ങ മാത്രം എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയേക്കാണെങ്കിൽ കുറച്ച് ഉപ്പേരി എടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ. ഒന്നും ഇപ്പോൾ ഉപ്പേരി ഒന്നുമില്ലല്ലോ. അപ്പോൾ മുരിങ്ങ എടുത്ത് പിന്നെ നമ്മളുണ്ടാക്കിയ മീൻ കറിയും അതേപോലെ തന്നെ മീൻ വറുത്തതും അതൊക്കെ കൂട്ടിയിട്ടാട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ അതേപോലെ ചായ കൂടി നിർത്തിയിട്ടുണ്ട്. ചായ ഇപ്പോൾ കുടിക്കലില്ല. നല്ല പാല് വാർന്ന ചായ, പാലോ പാൽപ്പൊടിയൊക്കെ ഇട്ട ചായ കുടിക്കലുണ്ടായിനി ആദ്യം. ഇപ്പോൾ അതും കുടിക്കലില്ല. ഷുഗർ ഇങ്ങനെ കൂടുന്നതുകൊണ്ട് നമ്മളെ ശരീരം നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഞാൻ ജീരക വെള്ളമാണ് പെലച്ചക്കൊക്കെ
അത്താഴത്തിനൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എന്തെങ്കിലും പലഹാരത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നാളെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.